കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടെ ലോകം നേരിട്ട ഏറ്റവും വലിയ ആരോഗ്യ പ്രതിസന്ധികളിലൊന്നായിരുന്നു കോവിഡ് മഹാമാരി. ലോക്ക്ഡൌണുകൾ, ശൂന്യമായ തെരുവുകൾ, ആശുപത്രികളിലെ തിരക്ക്, ജീവിതശൈലിയിലെ അപ്രതീക്ഷിത മാറ്റങ്ങൾ ഇവയൊക്കെയാണ് ആ ദുരന്തത്തിന്റെ ഗൗരവം വ്യക്തമാക്കിയത്. ലോകം ഇപ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകാൻ ശ്രമിക്കുന്നതിനിടെ അമേരിക്കയിൽ നിന്ന് വീണ്ടും ആശങ്കജനകമായ ഒരു റിപ്പോർട്ട് പുറത്തുവരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം സിക്കാഡ വേരിയന്റ് BA.3.2 എന്ന പേരിലുള്ള കോവിഡ് വൈറസിന്റെ പുതിയ രൂപം അതിവേഗത്തിൽ പടരുകയാണ്. ഈ പുതിയ വകഭേദത്തിന്റെ ലക്ഷണങ്ങളും വ്യാപന വേഗതയും ആരോഗ്യ വിദഗ്ധരെ വീണ്ടും ജാഗ്രതയിലേക്ക് നയിച്ചിരിക്കുകയാണ്. CDC പ്രകാരം BA.3.2 ഇതുവരെ ഏകദേശം 25 US സംസ്ഥാനങ്ങളിലും ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സ്പെയിൻ, നെതർലാൻഡ്സ്, ബെൽജിയം, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, ഇന്ത്യ, ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ, സിംഗപ്പൂർ, തായ്ലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ബ്രസീൽ, അർജന്റീന തുടങ്ങിയ 23-ലധികം രാജ്യങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ആഗോളതലത്തിൽ ആദ്യത്തെ കേസ് 2024 നവംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തി. 2025 സെപ്റ്റംബറിൽ അവിടെ കേസുകൾ വർദ്ധിക്കാൻ തുടങ്ങി. മലിനജല സാമ്പിളുകളിലൂടെയും യാത്രക്കാരുടെ പരിശോധനയിലൂടെയും US സംസ്ഥാനങ്ങളിൽ പകുതിയില്ലെങ്കിലും ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം മൊത്തം കേസുകളിൽ ഇതിന്റെ പങ്ക് വളരെ കുറവാണ്. നിരവധി പ്രധാന സംസ്ഥാനങ്ങളിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഫ്ലോറിഡ, കാലിഫോർണിയ, ന്യൂയോർക്ക് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ വകുപ്പുകൾ മുൻകരുതലുകൾ എടുക്കാൻ ജനങ്ങളെ ഉപദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം. കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.